ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ, അതേത് നക്ഷത്രക്കാരാന്ന് പറയുന്നുണ്ട്, ഛായാസമർപ്പണം വെറും 20 രൂപയുടെ എണ്ണ കൊണ്ട് ചെയ്യാവുന്ന ഒരു രഹസ്യവിദ്യയാണ്. അത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതിനാണ് ഛായാസമർപ്പണം എന്ന് പറയുന്നത്. അത് ചെയ്താൽ ഈ നക്ഷത്രക്കാർ, അതേ നക്ഷത്രക്കാരാണെന്ന് പറയുന്നുണ്ട്, ഈ നക്ഷത്രക്കാർ ഛായാസമർപ്പണം ചെയ്താൽ ലക്ഷപ്രഭുക്കളാക്കും ആ ദേവി ഈ നക്ഷത്രക്കാരെ. അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ചെയ്യേണ്ടത്, എന്താണ് ഛായാസമർപ്പണം, 20 രൂപയുടെ എണ്ണം കൊണ്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, വിശദമായിട്ട് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി സമ്പത്തും ഐശ്വര്യവും സകല ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്ന, ഏറ്റവും വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തിരുന്ന അതീവ ശക്തിയുള്ള വെറും 20 രൂപയുടെ എണ്ണ കൊണ്ട് ചെയ്യാവുന്ന, ഏതൊരാൾക്കും ചെയ്യാവുന്ന, ഈ പറയുന്ന നക്ഷത്രക്കാർ ഒക്കെ അത് ചെയ്താൽ അവരൊക്കെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തികം, ഉയർച്ച, ശത്രുവിജയം, സമ്പൽ സമൃദ്ധി, വീട്, ഭൂമി എല്ലാം ഉണ്ടാകാൻ ഉപകരിക്കും. അപ്പോൾ അത് ഭക്തിയോടുകൂടി ചെയ്യണം. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എന്നിട്ട് മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഡേറ്റിന് എന്നാലാകുന്ന നല്ല കാര്യങ്ങൾ, ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ക്ഷേത്രത്തിലേക്ക് വഴിപാട് ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട രീതി, ശരനൂൽ രഹസ്യം, മറ്റാർക്കും പറഞ്ഞുതരാൻ പറ്റാത്ത ശരനൂൽ രഹസ്യം, ശിവവിദ്യകൾ, ഭദ്രകാളിയുടെ കാര്യങ്ങൾ, നല്ല ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളാണ്. ഇതെല്ലാമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം വാട്സപ്പിലെ തന്നെ വർക്കുകൾ സമയത്തിന് തീരുന്നില്ല. ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പം ഛായാസമർപ്പണം. അപ്പോൾ ഈ ആളുകൾ കേൾക്കുമ്പോൾ വിചാരിക്കുക, എന്താ ഈ ഛായാസമർപ്പണം? ഇത് വളരെ പഴക്കമുള്ള ഒരു വിദ്യയാണ്. അതായത് നിങ്ങൾ ഇപ്പം ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പോവുക, അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം പോവാം. ഏത് ദിവസം ചെയ്താലും ഫലം ഉണ്ടാകും, ഒരു കുഴപ്പമില്ല. ഞാനങ്ങ് വെള്ളിയാഴ്ച എന്ന് പറയുന്നതേ ഉള്ളൂ. ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. അതായത് 20 രൂപയുടെ, ഇപ്പോൾ ഈ എള്ളെണ്ണ ചെറിയ കുപ്പിക്ക് 20 രൂപയാണ്. നേരത്തെ 10 ആയിരുന്നു, ഇപ്പോൾ 20 രൂപയാണ്. അപ്പോൾ ചെറിയ കുപ്പി 20 രൂപയുടെ എള്ളെണ്ണ മേടിക്കുക. അത് മേടിച്ചിട്ട് നിങ്ങളൊരു പുതിയ സ്റ്റീൽ പാത്രം മേടിക്കണം. കടയിൽ നിന്ന് പുതിയ ഒരു സ്റ്റീൽ പാത്രം മേടിക്കണം. നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം വേണം. അത് ഇപ്പോൾ വെള്ളിയാഴ്ച അല്ലെ ഏത് ദിവസം ആയിക്കോട്ടെ, ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ സ്റ്റീൽ പാത്രത്തിൽ ഈ എണ്ണക്കുപ്പിയിൽ നിന്ന് അല്പം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ ആ എണ്ണ അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ മുഴുവൻ പരന്നു വരുമല്ലോ. സ്റ്റീൽ പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ എണ്ണയിൽ നിങ്ങളുടെ മുഖം നോക്കണം. ഛായ എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ആ ഒരു ചിത്രം നമ്മൾ ആ എണ്ണയിൽ നോക്കണം. നോക്കിയിട്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന് നിങ്ങളുടെ തന്നെ ആ പ്ലേറ്റിൽ തെളിയുന്ന നിങ്ങളുടെ തന്നെ മുഖം നിങ്ങൾ നോക്കിയിട്ട് ആ പ്ലേറ്റ് നോക്കി നിങ്ങളുടെ മുഖത്തെ നോക്കി ഈ സർവമംഗളമംഗല്യേ ഒരു 3 തവണ ജപിക്കുക, അല്ലെ 1 മിനിറ്റ് ജപിക്കുക, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ. എന്നിട്ട് ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അമ്മേ ദേവി, എനിക്ക് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകണേ എന്ന് പറഞ്ഞിട്ട് ആ എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, തിരിച്ച് കുപ്പിക്കകത്താക്കുക. എന്നിട്ട് ആ എണ്ണ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകണമെന്ന് പറയണം. എന്നിട്ട് അതിൻ്റെ അല്പം ദേവിയുടെ മുന്നിലുള്ള വിളക്ക് കാണുമല്ലോ, ഏത് വിളക്ക് വേണമെങ്കിലും അല്പം ഒഴിക്കുക, ബാക്കി നടക്കി വെക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വളരെ നിങ്ങളിത് ചെയ്യുന്നത് ആരും കാണണ്ട. പറഞ്ഞാൽ മനസ്സിലായോ? ഈ വിദ്യ ആരും കാണുക ചെയ്യേണ്ട. വീട്ടിൽ ഇരുന്ന് ഇത് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇത് ആരോടും പറയുകയും വേണ്ട. ഒരു റൂം അടച്ചിട്ടിട്ട് നിങ്ങൾ അകത്തിരുന്ന് ഒരു പ്ലേറ്റിനകത്ത് ഇത് ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്നറിയോ? പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം കുറയും. ഇതൊക്കെ വളരെ രഹസ്യമായ നല്ല രീതിയിലുള്ള വിദ്യകളാണ്. ഇതിനൊക്കെ ഒരു മനസ്സടക്കമുണ്ടെങ്കിൽ പെട്ടെന്ന് ഫലം കാണും. മനസ്സിലാവുന്നുണ്ടോ?
നിങ്ങളുടെ സർവ്വ ദുരിതങ്ങളും നിങ്ങളുടെ പ്രതിബിംബം പതിഞ്ഞ ആ എണ്ണയിൽ നിങ്ങൾ തന്നെ നോക്കി മന്ത്രം ജപിച്ച് ദേവിയോട് പ്രാർത്ഥിച്ച് ആ എണ്ണ ഒരു ചെറിയ ആ കുപ്പിക്കകത്താക്കി തന്നെ നമ്മൾ ആ മേടിക്കുന്ന കുപ്പിന്ന് അല്പം എണ്ണ എടുത്താണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ദേവീ ക്ഷേത്രത്തിൽ അല്പം ദേവിയുടെ മുന്നിലുള്ള വിളക്ക്, ഏത് വിളക്കും ആയിക്കോട്ടെ, അത് അല്പം ഒഴിക്കുക, ബാക്കി നടക്കി വെക്കുക. അമ്മേ, സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും എനിക്ക് നൽകണമെന്ന് പറയുക. ഇത് വെള്ളിയാഴ്ചയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ഏത് ദിവസം ചെയ്താലും ഫലം ഉണ്ടാവും. ഇത് ഏതൊക്കെ നക്ഷത്രക്കാർ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ചെയ്താൽ ആ വ്യക്തിയുടെ സർവ്വ ദുരിതങ്ങളും മാറിക്കിട്ടും. അതായത് ദുരിതങ്ങൾ മാറുമ്പോഴാണ് നമ്മുടെ കടബാധ്യതകൾ മാറുന്നത്, നമ്മളിലേക്ക് സമ്പത്ത് വരുന്നത്, നമ്മളിലേക്ക് ഐശ്വര്യം വരുന്നത്, നമ്മളെ ലക്ഷപ്രഭുക്കളാക്കും ആ ദേവിയുടെ ശക്തി. അപ്പോൾ നമ്മുടെ മുഴുവൻ ദുരിതങ്ങളും ഇതിനോടൊപ്പം പോവുക, അതിൽ ലയിച്ച് പോവുക. അതാണ് ആ വിദ്യയുടെ രഹസ്യം. അതായത് നമ്മളെ തന്നെ ദേവിക്ക് സമർപ്പിക്കുകയാണ്. അതാണ് അതിൻ്റെ രഹസ്യവിദ്യ. അപ്പോൾ അത് നമ്മുടെ എല്ലാം അമ്മ അത് മാറ്റുകയാണ്. ആ എണ്ണ എരിഞ്ഞടങ്ങുന്നതോടൊപ്പം നമ്മുടെ സർവ്വവിധ ദുരിതങ്ങളും നമ്മളുടെ നമ്മളെ കൂടിയിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും ഇല്ലാതാവുകയാണ്. നമ്മൾ ആ എണ്ണ കത്തുന്ന വിളക്കിൽ ഒഴിച്ചാൽ മതി. ഇവിടെ മുന്നിൽ കൽവിളക്കൊക്കെ കാണുമല്ലോ, അവിടെ ഒഴിച്ചാൽ മതി. അല്പം ഒഴിക്കുക, ബാക്കി നടക്കി വെക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നത് ആരും കാണരുത്, ആരോടും പറയുകയും ചെയ്യരുത്. ഇത് പണ്ടൊക്കെ ചെയ്തിരുന്ന വിദ്യയാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിദ്യയാണ് ഛായാസമർപ്പണം. അതായത് അവനവൻ്റെ തന്നെ പ്രതിബിംബം ആ എണ്ണയിൽ കണ്ട് ചെയ്യുന്ന ഒരു വിദ്യയാണ്. ഇതൊരു നല്ല ഒരു ഇതാണ്. കാരണം നമുക്ക് ദേവിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ദേവി ഭദ്രകാളി അല്ലെ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ചെയ്യാം. വെള്ളിയാഴ്ച ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഏത് ദിവസം ചെയ്താലും ഫലം കിട്ടുക തന്നെ ചെയ്യും. ഇത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ചെയ്യാം. കാരണം ഈ ഒരു വിദ്യ അവരെ ലക്ഷപ്രഭുക്കളാക്കും, അല്ലെ വളരെ സമ്പത്ത് നൽകും, അവരുടെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരും. അങ്ങനെയുള്ളൊരു വിദ്യയാണിത്. അപ്പം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രം, രോഹിണി നക്ഷത്രം, മകയിര നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ ദേവിക്ക് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം, ഇത് ദേവിക്ക് വെള്ളിയാഴ്ചയും ഇതുപോലെ തന്നെ ശിവന് ശനിയാഴ്ചയും ചെയ്യാം. ഇങ്ങനെ തന്നെ ശിവന് ചെയ്യുമ്പോൾ ഓം നമഃശിവായ ശിവായ നമ എന്ന് മന്ത്രം ജപിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ശിവനും സമർപ്പിക്കാം. അപ്പോൾ ശിവനാണെങ്കിൽ ശനിയാഴ്ച സമർപ്പിക്കണം, ദേവിക്കാണെങ്കിൽ വെള്ളിയാഴ്ച സമർപ്പിക്കണം. അപ്പം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദേവിക്കാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. തിരുവാതിര നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യണം, ശനിയാഴ്ച ശിവനും ചെയ്യണം. പുണർത നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യണം, വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യണം. ഇതുപോലെ തന്നെ കൃഷ്ണനാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ചുകൊണ്ട് ചെയ്യാം. ഇനിയും പൂയ നക്ഷത്രക്കാരാണെങ്കിൽ വെള്ളിയാഴ്ച ദേവിക്കും വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യുക. ആയില്യ നക്ഷത്രക്കാരാണെങ്കിൽ വെള്ളിയാഴ്ച ദേവിക്കും വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യുക. മകൻ നക്ഷത്രക്കാരാണെങ്കിൽ ശനിയാഴ്ച ശിവനും വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യുക. പൂര നക്ഷത്രക്കാരാണെങ്കിൽ ദേവിക്ക് ചെയ്യുക, ദേവിക്ക് മാത്രം ചെയ്താൽ മതി. ഉത്തര നക്ഷത്രക്കാരാണെങ്കിൽ ഞായറാഴ്ച ശിവനും വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യണം. ശ്രദ്ധിച്ചോണം, ദിവസങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് പറയുന്നത്, അതുപോലെ ശ്രദ്ധിച്ചോണം. ഉത്തരമാണെങ്കിൽ ശനിയാഴ്ചയല്ല ഞായറാഴ്ചയാണ് ശിവന്. പിന്നെ ഞായറാഴ്ച ശിവനും വെള്ളിയാഴ്ച ദേവിക്കും ഉത്തര നക്ഷത്രക്കാർക്ക് ചെയ്യണം. ചിത്ര നക്ഷത്രക്കാരാണെങ്കിൽ ശിവന് പക്കനാളിന് ചെയ്യണം, കൃഷ്ണനും വ്യാഴാഴ്ച ചെയ്യണം കേട്ടോ. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ശ്രദ്ധിച്ചോണം. ചിത്ര നക്ഷത്രക്കാരാണെങ്കിൽ ശിവന് പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ചെയ്യണം. പിന്നെ കൃഷ്ണന് വ്യാഴാഴ്ചയും ചെയ്യണം. അപ്പോൾ ചില നക്ഷത്രക്കാർ ദേവിക്കും ചിലപ്പം ദേവിക്കോ ശിവന് അല്ലെ ദേവിക്കോ കൃഷ്ണൻ അങ്ങനെ രണ്ടിടത്ത് ചെയ്യേണ്ടതായിട്ട് വരും ചില നക്ഷത്രക്കാർ ദേവിക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം ഏതൊക്കെ നക്ഷത്രമാണ് കേട്ടോ. ഇനിയും ചിത്തിര ഞാൻ പറഞ്ഞു, ചിത്തിര പക്കനാളിന് ശിവനും വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യുക. ചോതി ദേവിക്ക് മാത്രം ചെയ്താൽ മതി. വെള്ളിയാഴ്ച ചോതി നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദേവിക്ക് മാത്രം ചെയ്താൽ മതി. ഇനിയും വരുന്നത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർ വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യണം, വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യണം എന്നുള്ളതാണ്.
വിശാഖ നക്ഷത്രക്കാർ വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യണം, വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യണം. ഇതിപ്പോൾ അടുപ്പിച്ച് വ്യാഴം വെള്ളി ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം പോലെ ഇത് ചെയ്താൽ മതി കേട്ടോ. അടുപ്പിച്ചുള്ള വ്യാഴാഴ്ച ചെയ്തു, വ്യാഴാഴ്ച കൃഷ്ണനെ വെള്ളിയാഴ്ച ദേവിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം വ്യാഴാഴ്ച ചെയ്തിട്ട് തൊട്ടടുത്ത വെള്ളിയാഴ്ച ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അടുത്ത ആഴ്ച ചെയ്താലും മതി, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക, അതാണ്. ഇനിയും അനിഴ നക്ഷത്രക്കാരാണെങ്കിൽ വെള്ളിയാഴ്ച ദേവിക്കും വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യുക. അതുകൂടാതെ പക്കനാളിനും കൃഷ്ണന് ചെയ്യണം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം. തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ വെള്ളിയാഴ്ച ദേവിക്ക് മാത്രം ചെയ്യുക. മൂല നക്ഷത്രക്കാരാണെങ്കിൽ വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യുക, വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യുക. പൂരാട നക്ഷത്രക്കാരാണെങ്കിൽ വെള്ളിയാഴ്ച ദേവിക്ക് ചെയ്യുക, വ്യാഴാഴ്ച കൃഷ്ണനും ചെയ്യുക. ഉത്രാട നക്ഷത്രക്കാരാണെങ്കിൽ ഞായറാഴ്ച ശിവന് ചെയ്യുക, വെള്ളിയാഴ്ച ദേവിക്ക് ചെയ്യുക, പക്കനാളിന് ശിവന് ചെയ്യുക. ഛായാസമർപ്പണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം മെത്തേഡ് ഒന്നാണ്. ശിവനാമ ശിവമന്ത്രം ജപിച്ച് ആ എണ്ണയിൽ നിങ്ങളുടെ മുഖത്തെ എണ്ണയിൽ നോക്കി നിങ്ങളുടെ മുഖം എണ്ണയിൽ തെളിയും. അതിൽ ശിവൻ്റെ മന്ത്രം ജപിക്കുന്നു, കൃഷ്ണനാമം കൃഷ്ണൻ്റെ മന്ത്രം ജപിക്കുന്നു, ദേവിക്കാമം ദേവിയുടെ മന്ത്രം ജപിക്കുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ പ്രാർത്ഥിക്കുമ്പം സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും പ്രാർത്ഥിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും തിരുവോണ നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യണം, ശനിയാഴ്ച ശിവനും ചെയ്യണം. അവിട്ട നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദേവിക്കും ചെയ്യണം, ശനിയാഴ്ച ശിവനും ചെയ്യണം. അതോടൊപ്പം പക്കനാളിന് ദേവിക്കും ചെയ്യണം. ചതയ നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദേവിക്ക് ചെയ്യുക, ശനിയാഴ്ച ശിവന് ചെയ്യുക. അതോടൊപ്പം വ്യാഴാഴ്ച കൃഷ്ണനൂടെ ചെയ്യണം, ചതയം കേട്ടോ. പൂരുരുട്ടായ നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദേവിക്ക് ചെയ്യുക, ശനിയാഴ്ച ശിവന് ചെയ്യുക. ഉത്രട്ടായ നക്ഷത്രക്കാർ വ്യാഴാഴ്ച കൃഷ്ണന് മാത്രം ചെയ്യുക. രേവതി നക്ഷത്രക്കാർ വ്യാഴാഴ്ച കൃഷ്ണന് മാത്രം ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ഛായാസമർപ്പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്പം എണ്ണ എടുത്തിട്ട് ഒരു 20 രൂപയുടെ എള്ളെണ്ണ 20 രൂപയുടെ എള്ളെണ്ണ കടയിൽ നിന്ന് മേടിച്ച് ആ കുപ്പിക്ക് അത് അല്പം എടുത്തിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഒഴിച്ച് നിങ്ങളുടെ മുഖം അങ്ങോട്ട് നോക്കണം, സ്റ്റീൽ പ്ലേറ്റിലോട്ട്. അപ്പോൾ ആ എണ്ണയിൽ നിങ്ങളുടെ മുഖം തെളിയും. അങ്ങനെ സ്റ്റീൽ പ്ലേറ്റിൽ നിങ്ങളുടെ മുഖം നോക്കിക്കൊണ്ട് ഇപ്പോൾ ദേവീക്ഷേത്രത്തിലാണ് സമർപ്പിക്കണമെങ്കിൽ സർവ്വമംഗളമംഗല്യം ജപിക്കുക. ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഓം നമ ശിവായ ശിവായ നമ ജപിക്കുക. കൃഷ്ണക്ഷേത്രത്തിലാണെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ നമ ജപിക്കുക. ഇത് ഏത് ജപിച്ചാലും അതിൻ്റെ അവസാനം എനിക്ക് സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. അത് 1 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് ചെയ്താൽ മതി, അതിൽ കൂടുതൽ സമയം എടുക്കരുത്. എന്നിട്ട് പിന്നെ ഒന്നും ചിന്തിക്കണം, മറന്നേക്കണം. ഈ എണ്ണ തിരിച്ച് ആ കുപ്പിക്കകത്ത് അതുപോലെ ഒഴിച്ചിട്ട് ഇത് കൊണ്ട് ക്ഷേത്രത്തിൽ പിന്നെ ശ്രീകോവിലിന് മുന്നുള്ള വിളക്കേതെങ്കിലും കാണും, ആ കൽവിളക്കിലോ അതിലൊഴിക്കുക, ബാക്കി നടക്കി വെക്കുക. ഇത് ചെയ്യുന്നത് കഴിവതും നിങ്ങൾ മാത്രമേ അറിയാവുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? വേറെ കാരണം അത് ഫലം വന്നാലേ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, വീണ്ടും ഒന്നുകൂടെ ചെയ്യുക. കഴിവതും മറ്റൊരാൾ കാണാതെ, മറ്റൊരാൾ കണ്ടാലുള്ള കുഴപ്പം എന്നാണെന്നറിയോ, അവർ കാണുമ്പോൾ അവരെന്തെങ്കിലും ഇതേക്കുറിച്ച് ചിന്തിക്കും, ഒരഭിപ്രായം ചിന്തിക്കില്ല. ആ ചിന്ത ഈ കർമ്മഫലത്തെ തടസ്സപ്പെടുത്തും. അപ്പം നമ്മുടെ മനസ്സടക്കവും കുറയും. അതുകൊണ്ടാണ് മറ്റൊരാൾ, അല്ല വേറൊന്നും ഉള്ളതുകൊണ്ടല്ല, മറ്റാരും കാണാതെ മറ്റാരോടും പറയാതെ അപ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് അത് കൂടുതൽ ആഴ്ന്നിറങ്ങും, മനസ്സടക്കം ഉണ്ടാകും. അങ്ങനെ ചെയ്യുമ്പോൾ ചില വിദ്യകളൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ചെയ്യുക, ഇതൊരു നല്ല കാര്യമാണ്. അതായത് ദേവിക്ക് നമ്മുടെ ഒരു സമർപ്പണം, അല്ലെ കൃഷ്ണന് നമ്മുടെ ഒരു സമർപ്പണം, അല്ലെ ശിവന് നമ്മുടെ ഒരു സമർപ്പണം, ആ നമ്മുടെ തന്നെ പ്രതിരൂപത്തെ അത് സമർപ്പിക്കുകയാണ്. എന്താ നമ്മൾ ആവശ്യപ്പെടുന്നത്? എന്താ? സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഒക്കെ ആവശ്യപ്പെടാം. സമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും പ്രധാനമായിട്ട് ആവശ്യപ്പെടുക. സമ്പത്ത്, ഐശ്വര്യം, ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ പുസ്തകം വായിച്ചുള്ള അറിവല്ല, ജ്ഞാനം അനുഭവമാണ് ഇവിടെ അർത്ഥം കേട്ടോ. ജ്ഞാനത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം അനുഭവം എന്നാണ്. അതായത് ദേവിയുടെ ആ നല്ല അനുഗ്രഹങ്ങളുടെ അനുഭവം എനിക്ക് തരണേ, അതാണ് എൻ്റെ അർത്ഥം. അല്ലെ കൃഷ്ണൻ്റെ നല്ല അനുഭവങ്ങളുടെ അനുഭവം എനിക്ക് തരണേ, നല്ല അനുഗ്രഹങ്ങളുടെ അനുഭവം എനിക്ക് തരണേ. അല്ലെ ശിവൻ്റെ നല്ല അനുഗ്രഹങ്ങളുടെ അനുഭവം എനിക്ക് തരണേ എന്നാണ് ജ്ഞാനം തരണമെന്ന് പറഞ്ഞാൽ. അറിവല്ല കേട്ടോ. അറിവെന്നുള്ളത് നമ്മൾ
നമ്മുടെ ജീവിതത്തിലെ അതിനപ്പുറമാണ് ജ്ഞാനം. മനസ്സിലാകുന്നുണ്ടോ? യഥാർത്ഥ ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവമാണ്. യഥാർത്ഥ ജ്ഞാനം അനുഭവമാണ്. അപ്പം സമ്പത്തെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി, സമ്പത്തെ ഐശ്വര്യം ജ്ഞാനം, ഇത് മൂന്നും ആവശ്യപ്പെടുക. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഈ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, പിന്നെ അങ്ങ് മറന്നേക്കണം. അയ്യോ ചെയ്ത ശരിയായോ, ചെയ്ത ഫലം കിട്ടുമോ, അങ്ങനെ ചിന്തിച്ചാൽ പോയി. നമ്മളിത് ചെയ്തു, പിന്നെ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒഴിക്കുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് എണ്ണ ഒഴിച്ചു കഴിഞ്ഞ് ഒന്നും ചിന്തിക്കേണ്ട. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി ഇത് വീട്ടിൽ ചെയ്യുമ്പോൾ ആരെങ്കിലും കണ്ടു, ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഒന്നുകൂടെ ചെയ്യുക. കാരണം ഒരാൾ കണ്ടു കഴിയുമ്പം വിഷമിക്കേണ്ട കാര്യമില്ല, ഒന്നുകൂടെ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം കാണാതെ ചെയ്താൽ മതി. കണ്ടെന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ കാണാതെ ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് ഒരു മനസ്സടക്കം കിട്ടും. അതുകൊണ്ടാണ് കണ്ടെന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ. അല്ല അവരെ വഴക്ക് പറയാനൊന്നും പോകരുത്. കാരണം വേറൊരാളെ വഴക്ക് പറഞ്ഞ് അവരുടെ മനസ്സിൻ്റെ ശാപം കൂടെ വാങ്ങിയാൽ ആ കർമ്മത്തെ അത് ബാധിക്കും. ഒരാൾ കണ്ടു, കുഴപ്പമില്ല, നമ്മളത് ഒന്നുകൂടെ അടുത്ത ദിവസം ചെയ്യുന്നു. അന്ന് പോയി ചെയ്തോണം. പിന്നെ ഒന്നുകൂടെ നമ്മൾ അടുത്ത ദിവസം വെളുപ്പിന് രാവിലെ എഴുന്നേറ്റ് ഒരു ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ ഒരു വെളുപ്പിനെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേക്കണം. എന്നിട്ട് ഇത് ചെയ്തിട്ട് വെളുപ്പിനെ ഒരു 5:30 അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ അമ്പലത്തിൽ പോയി അങ്ങ് ചെയ്തേക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? വെളുപ്പിനെ ചെയ്താൽ മതി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്കൊരു മനസ്സടക്കം കിട്ടും. നമ്മൾ എഴുന്നേറ്റ് ഇത് എന്നിട്ട് ആ പാത്രങ്ങൾ പ്ലേറ്റൂടെ കഴുകി സോപ്പിട്ട് കഴുകി പ്ലേറ്റൂടെ അവിടെ വെച്ചേക്കണം, മാറ്റി വെച്ചേക്കണം. നമുക്കിനി എപ്പോഴെങ്കിലും ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മൾ നല്ല കാര്യമാണ്. ഈ വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് ചെയ്ത് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നാലും ഇത് പിന്നെ അപ്പോഴത്തേനും ആളുകൾ വീട്ടിലാണേലും വെളുപ്പിനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ അപ്പോഴത്തേനും ശല്യം ചെയ്യത്തില്ല. ഇനിയിപ്പോൾ മറ്റുള്ളവർ കണ്ടാലും അവരെ വഴക്കൊന്നും പറയേണ്ട, ഒരു കുഴപ്പമില്ല. നമ്മൾ അത് അപ്പോൾ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കാം. പിന്നീട് ഒരു ദിവസം കൂടെ വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്ത് ആരും കാണാതെ ചെയ്ത് ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കണമെന്നേ ഉള്ളൂ. കണ്ടുകൊണ്ടൊരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒരു മനസ്സടക്കം കിട്ടാൻ വേണ്ടിയാണ് കഴിവതും കാണാതെ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. ഇതിനിപ്പോൾ ഇത് ഭാര്യയോ ഭർത്താവോ ഇപ്പോൾ വീട്ടിലുള്ളവരോ ഒക്കെ കണ്ടതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ദോഷമൊന്നുമില്ല. ആരും വഴക്കും പറയരുത്. കഴിവതും കാണാതെ ചെയ്യുക. അങ്ങനെ ഒരു പ്രാർത്ഥനയാണെങ്കിൽ അത് കൂടുതൽ ഫലമാകും. ഇനി കണ്ടു ചെയ്ത് നിങ്ങൾ സമർപ്പിച്ചാലും ഫലമൊക്കെ കിട്ടും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരെയും നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുക കേട്ടോ. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഫലവും നല്ല ഫലമായിട്ട് വരുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല. ആരോടും ദേഷ്യപ്പെടരുത്, ആരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്ത് പാടില്ല. എല്ലാവരോടും സന്തോഷമായിരിക്കുക, ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക, എല്ലാവരോടും സ്നേഹമായിരിക്കുക. അങ്ങനെ ഈ വിദ്യകൾ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഇപ്പം ഒരുപാട് പുസ്തകങ്ങൾ, യാത്രാ വിവരണങ്ങളുണ്ട്, ഹിമാലയൻ യാത്രകൾ. അതുപോലെ തന്നെ നമ്മൾ പല യൂട്യൂബിലും പല ഹിമാലയൻ യാത്രകൾ, ഹിമാലയത്തിൽ അതുണ്ട്, ഹിമാലയത്തിൽ ഇതുണ്ട്, ഇങ്ങനെയൊക്കെ കാണും. ഇതൊന്നും തെറ്റോ ശരിയോ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തെ ഫോളോ ചെയ്യുക. നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തിച്ചിട്ട് ശരിയെന്നുള്ള കാര്യത്തെ ഫോളോ ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളെ പുറകെ പോകരുത്. നിങ്ങൾ പോയ ഹിമാലയത്തിൽ അവർ പോയ പോലുള്ള അനുഭവങ്ങൾ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്ന അയാളുടെ അനുഭവമായിരിക്കും, എന്നാലും മറ്റൊരാൾക്കത് അനുഭവം ആകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും ശരിയെന്നൊന്നും കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുക. മറ്റുള്ളതിനൊന്നും പുറകെ പോകരുത്. അത് ഏതെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ഒരു കാര്യം കണ്ടാൽ ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹിമാലയ യാത്രയെക്കുറിച്ചുള്ള പുസ്തകമായിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതായിക്കോട്ടെ, അത് കേട്ട് നിങ്ങൾ ഉടനെ ഹിമാലയത്തിൽ അതിൻ്റെ പുറകെ പോയാൽ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും കിട്ടത്തില്ല. പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ എന്ത് കേട്ടാലും അതേപടി നമുക്ക് ശരിയെന്ന് തോന്നിയാൽ മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഹിമാലയ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പം മറ്റൊരാൾ യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവമൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തെ മാത്രം വിശ്വസിക്കുക. നല്ല ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുക. അവനവൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ശരിയെന്നുള്ള കാര്യത്തെ മാത്രം ഫോളോ ചെയ്യുക. ഇപ്പം നല്ല നല്ല ശിവവിദ്യകൾ, സത്യമായ ശിവവിദ്യകൾ പറഞ്ഞു തരാൻ നമ്മളൊക്കെ ധാരാളം പറഞ്ഞു തരുന്നുണ്ട്.
അതൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. അതായത് ശൈവ സിദ്ധന്മാരുടെ ആ പരമ്പരയുടെ ഭാഗമാണ് നമ്മളും. ആ പരമ്പരയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നത് ഇതുപോലെയുള്ള ശിവനെക്കുറിച്ചുള്ള സത്യസന്ധമായ വിദ്യകൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ലൈവായിട്ട് ഭൂമിയിലുണ്ട്. അപ്പോൾ ഈ നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറകെ പോകരുത്. നമ്മൾ ഈ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പുറകെ പോയാൽ നമ്മൾ തന്നെ മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലാവും. ഇല്യൂഷൻസിൻ്റെ പുറകെ പോകരുത്. മിഥ്യാഭ്രമങ്ങളുടെ പുറകെ പോകരുത് കേട്ടോ. പലതും അവരുടെ പല അനുഭവങ്ങളും ഒക്കെ യാത്രകളും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ അവരുടെ അനുഭവങ്ങളായിരിക്കും, അത് ശരിയായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ഈശ്വരൻ അനുഭവം തരുന്ന അതിനെ മാത്രമേ വിശ്വസിക്കാവുള്ളൂ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം നിങ്ങളൊരു ശിവവിദ്യ ചെയ്യുന്നു. ശിവവിദ്യ ചെയ്യുമ്പം നിങ്ങൾ ചിലപ്പം ഒരു വളരെ ഈ ഭാവനയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പല ചിന്തകളും ഇടയ്ക്ക് തോന്നും. ആ ചിന്തകളുടെ ഒന്നും പുറകെ പോകരുത്. നിങ്ങൾ ആ ഭഗവാനിൽ വിശ്വസിച്ച് നിങ്ങൾ ശരിയായിട്ടുള്ള വിദ്യ ചെയ്യുക, നിങ്ങളുടെ ജോലി ചെയ്യുക, ജീവിതം മുന്നോട്ട് പോവുക. ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളുടെ പുറകെ പോകരുത്. ഇപ്പോൾ ഒരു ഹിമാലയ യാത്രയെക്കുറിച്ചൊരു പുസ്തകം വായിച്ചു. അങ്ങനെ പോയവരുണ്ട്, എനിക്കറിയാം. അതങ്ങനെ ഇപ്പോൾ ആ ഹിമാലയ യാത്രയെക്കുറിച്ച് പുസ്തകം വായിക്കുമ്പോൾ അതിൽ എഴുതിയ ആൾക്ക് ചിലപ്പോൾ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് ശരിയായിരിക്കും. പക്ഷെ എന്ന് കരുതി അത് വായിച്ചിട്ട് ഹിമാലയത്തിൽ പോകുന്ന ചില വ്യക്തികളുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടിയിട്ടില്ല, വെറുതെ സമയം പോയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ അത്തരം നമ്മൾ അങ്ങനെ ഓരോന്നിനെ പുറകെ പോകരുത്. നമുക്ക് ഹിമാലയത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ട് പോകണമെന്ന, അല്ലെങ്കിൽ പോയിട്ട് കാര്യമുണ്ടെന്ന്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉള്ളിലൊരു നമുക്ക് സ്വന്തമായിട്ടൊരു ബോധ്യമുണ്ടെങ്കിൽ പോകാം. അതും ഇതും കണ്ടു അതും ഇത് വായിച്ചൊന്നും പോകുന്നതിനകത്തൊന്നും കാര്യമില്ല. ഇനിയും നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടും ശിവവിദ്യ ചെയ്താൽ അത് ശിവാനുഭവം ഉണ്ടാവും. നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അത് തന്നെയാണ് കൈലാസം. അത് നിങ്ങൾ എവിടെ ഇരുന്നാലും ചെയ്താലും. അതിന് ഹിമാലയത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല, പിന്നെ പോകേണ്ടവർക്ക് പോകാം. പക്ഷേ എല്ലാവരും വിചാരം അവിടെ പോയാൽ അവിടെ ഏതാണ്ട് വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പലരും ധരിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. ഞാൻ സത്യസന്ധമായ ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഹിമാലയത്തിൽ പോകേണ്ടവർക്ക് പോകാം, അതിലൊന്നും തെറ്റല്ലെന്നും പോകേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പോകേണ്ടവർക്ക് പോകാം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ നിങ്ങൾ എവിടെ ഇരുന്നും, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ എവിടെ ഇരുന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ശിവനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലാണ് കൈലാസം. ശിവൻ ഇരിക്കുന്നതോ കൈലാസം. ശിവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുവാണെങ്കിൽ അവിടെ കൈലാസം. അതിന് നിങ്ങൾ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അവരുടെ സമയവും കളഞ്ഞു, ജീവിതവും കളഞ്ഞു, അതുകൊണ്ടൊന്നും നേടാനും പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് ഈശ്വര്യമായ ഒരു വിദ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുവിനെ തപ്പി നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പാകമാകുമ്പോൾ, നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ പാകമാകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ യഥാർത്ഥ ഗുരു വരും. യഥാർത്ഥ അറിവ് നിങ്ങൾക്ക് കിട്ടും. അതിന് അലഞ്ഞിരിഞ്ഞ് നടന്നാൽ കിട്ടുന്നതല്ലത്. നിങ്ങൾ പോയി നേടിയെടുക്കാവുന്ന കാര്യമല്ലത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പോയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. നമ്മളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു കാര്യമാണ് ഈ ശരിയായ ഈശ്വരവിദ്യ. അത് സമയമാകുമ്പോഴേ കിട്ടത്തുള്ളൂ. അതിന് നമ്മളുടെ കർമ്മം, നമ്മുടെ പ്രവൃത്തി ഒക്കെ കർമ്മഗതി ശരിയാകുമ്പോഴേ നമ്മളിലേക്ക് വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നതൊന്നും അതല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു തരുന്നത് സത്യസന്ധമായ ശൈവ സിദ്ധ പരമ്പരയിലെ ഭാഗം തന്നെയാണ് ഞാനുമൊക്കെ ആ ഒരു ശൈവ സിദ്ധ ഗുരു പരമ്പരയുടെ വന്ന ആ ഭാഗം തന്നെയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സത്യസന്ധമായ, നിങ്ങൾക്കെന്നല്ല ഏതൊരാൾക്ക് ശിവനെക്കുറിച്ച് പറഞ്ഞു തരാനാണ്, ശിവവിദ്യ പറഞ്ഞു തരാനാണ്. അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ട് ചെയ്യുക. അതൊക്കെ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ശിവൻ നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധമാണ് ശിവൻ. നിങ്ങളുടെ ഉള്ളിലെ നന്മയാണ് ശിവൻ. നിങ്ങളുടെ ഉള്ളിലെ ആ ശുദ്ധബോധം, അതിനെ വെളിയിൽ അങ്ങ് അന്വേഷിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ വെളിയിൽ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകണം, അത് നല്ലത് തന്നെ. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരബോധത്തെ നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് ശിവനിലെ നിങ്ങൾ എത്തുന്നത്. അത് വെളിയിൽ അങ്ങ് അറിഞ്ഞാലും കിട്ടത്തില്ല. അപ്പം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നതോടൊപ്പം അതും വേണം. നിങ്ങളുടെ ഉള്ളിലെ കൂടെ ഭഗവാനെ ദർശിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞു, തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം, അവിടെ അത് കൈലാസത്തിൽ പോകുന്നതിന് പകരം തിരുവല്ല തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം, അതായത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് തൊട്ടടുത്ത, അധികം ദൂരമില്ല. അപ്പം
അത് കൈലാസത്തിൽ പോകുന്നതിന് തുല്യമാണ് അവിടെ പോയി ശിവനെ ദർശിച്ചാൽ. അത് വലിയ വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ആ ശിവലിംഗം കാണുന്നത് സ്വപ്ന ദർശനത്തിലാണ്. അത് കഴിഞ്ഞാൽ ഞാനവിടെ പോയി അത് ശരിക്കും കാണുമ്പോഴാണ് ഇത് സ്വപ്നത്തിൽ കണ്ട ശിവലിംഗം തന്നെയാണല്ലോ എന്നുള്ള വലിപ്പമുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗമാണ്. അപ്പോൾ അവിടെ കൈലാസം തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ പോയി തൊഴാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടും ആ ശിവലിംഗം ധ്യാനിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ശിവാനുഭവം ഉണ്ടാവും. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ തോലശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയപ്പം ഞാൻ ഭഗവാനെ കണ്ടു തൊഴുതു. ഞാൻ ഒരു പ്രാവശ്യമേ പോയുള്ളൂ. ഭഗവാൻ എനിക്ക് ഇതുപോലെ ദർശനം നൽകി. പിന്നെ ഹിമാലയത്തിൽ നിന്നൊരു സന്യാസി വഴി ഞാൻ അറിഞ്ഞു കൈലാസം തന്നെയാണ് ഇവിടെ എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഭഗവാനെ കണ്ടു തൊഴുതു. പിന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ടാണ് ഭഗവാനെ എന്നും വിളിക്കുന്നത്. ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ. പിന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിലാണ് വിളിക്കുന്നത്. അത് കൈലാസമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സത്യസന്ധമായ വിദ്യകളെ ഫോളോ ചെയ്യുക. അല്ലാത്ത വിദ്യകൾ എന്ത് ഫോളോ ചെയ്താലും സമയവും വേസ്റ്റാണ്, ജീവിതവും വേസ്റ്റാണ്, കാലവും വേസ്റ്റാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരുപാട് അതും ഇതുമൊക്കെ ഉണ്ട്. നമ്മൾ പല വിദ്യകളെക്കുറിച്ചും ആ വിദ്യയുണ്ട് ഈ വിദ്യയുണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കാണും. പക്ഷേ നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത്, നിങ്ങൾക്ക് ഏതാണ് അനുഭവം തരുന്നത്, ആ വിദ്യ മാത്രം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് നല്ല കാര്യങ്ങൾ തരുന്നത്, നിങ്ങൾക്ക് ഏതാണ് യഥാർത്ഥ ഈശ്വര അനുഭവം നൽകുന്നത്, അതിനെ മാത്രം ഫോളോ ചെയ്യുക. ബാക്കിയുള്ളതിനെല്ലാം വിട്ടാക്കണം. അപ്പം ഇതെല്ലാം ആ സത്യസന്ധമായ ഈശ്വരീയമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ശിവനെക്കുറിച്ച് ഒരുപാട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ ഉടനീളം ശിവനെക്കുറിച്ചാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ശുദ്ധബോധമാണ്. ഭഗവാൻ ഭോലേനാഥനാണ്. ഭോലേനാഥൻ എന്ന് വെച്ചാൽ ചോദിക്കുന്ന എന്തും ഭഗവാൻ നൽകും. ഭഗവാനിൽ പൂർണ്ണമായിട്ടും മനസ്സ് ലയിച്ചാൽ. ശിവനെ അറിയാൻ എത്ര പുസ്തകങ്ങൾ വായിച്ചാലോ, എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലോ, എത്ര ശ്ലോകങ്ങൾ ജപിച്ചാലോ, എത്ര പാണ്ഡിത്യം നേടിയാലോ ശിവനെ അറിയാൻ പറ്റത്തില്ല. ശിവനെ അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സ് ലയിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ ബോധത്തിൽ ലയിക്കുമ്പോഴാണ് ഭഗവാനെ അറിയുന്നത്. ഒരു നിമിഷമെങ്കിലും ഭഗവാനെ എന്ന് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണ ശുദ്ധിയോടുകൂടി, മനഃശുദ്ധിയോടുകൂടി, കർമ്മശുദ്ധിയോടുകൂടി വിളിച്ചാൽ ഒരു നിമിഷം മതി ശിവനെ അറിയാൻ. 1000 ജന്മങ്ങൾ തപസ് ചെയ്താൽ ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്മയോടെ, ശുദ്ധബോധത്തോടെ, നിർമ്മലമായിട്ട് ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ഭഗവാനെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് അറിഞ്ഞെന്നിരിക്കും. 1000 ജന്മങ്ങൾ തപസ് കൊണ്ട് അറിയാത്തത്. അപ്പോൾ അതാണ് ശിവരഹസ്യം. അത് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറേ ജപം അല്ലെ തപം, കുറേ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി, അല്ലെങ്കിൽ കുറേ ഗുരുക്കന്മാരെ നീ വിദ്യ പഠിച്ചു, ഇങ്ങനൊന്നും ഭഗവാൻ തീരുമാനിക്കണം. പകുതി നമ്മളുടെ ഭഗവാന് സത്യസന്ധമായ നിങ്ങളുടെ ഉള്ളിൽ കർമ്മശുദ്ധിയോടുകൂടി ഭഗവാനെ ധ്യാനിക്കണം. പകുതി ഭാഗം അതാണ് നമ്മൾ ചെയ്യേണ്ട ഭാഗം. ബാക്കി പകുതി ഭാഗം ഭഗവാൻ വിചാരിക്കണം. അല്ലാതെ വേറെ ആരും വിചാരിച്ചാൽ അറിയാൻ പറ്റത്തില്ല. ഞാൻ സത്യസന്ധമായ ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഭഗവാൻ വിചാരിക്കണം. ഞാനിന്ന് നിങ്ങളോട് ഈ ശിവവിദ്യ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ വിചാരിച്ചിട്ട് തന്നെയാണ്. 18 സിദ്ധന്മാർ ചെയ്ത വിദ്യ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാനതായിരുന്നു. കർമ്മഗതി അനുസരിച്ച് ശിവജ്ഞാനം തരാൻ വേണ്ടി നമ്മൾ വീണ്ടും ഭൂമിയിലേക്ക് ഇത്തരത്തിൽ വരേണ്ടി വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ശിവജ്ഞാനം തരിക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം. സത്യമായ ശിവജ്ഞാനം. അത് വേണ്ടവർ സ്വീകരിക്കും, അല്ലാത്തവരുടെ വഴിക്ക് പോകും. നമുക്ക് അതിനകത്ത് വിഷയമല്ല. ഭഗവാൻ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾക്ക് സത്യസന്ധമായ ശിവജ്ഞാനം തരുന്നത്. ശിവനെ എന്തുകൊണ്ടാണ് ഭോലേനാഥൻ എന്ന് പറയുന്നത്? ശിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധമാണ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് ചിന്ത തന്നാലും അത് സാധിക്കും, പെട്ടെന്ന് സാധിച്ചു കിട്ടും. അതുകൊണ്ടാണ് ശിവനെ ഭോലേനാഥൻ എന്ന് പറയുന്നത്. ശിവന് ശുദ്ധി അശുദ്ധി ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ശിവൻ നിങ്ങളുടെ ഉള്ളിലെ ബോധമാണ്, എനർജിയാണ്. എനർജിക്ക് ശുദ്ധി അശുദ്ധിയില്ല. അതുകൊണ്ടാണ് ശിവന് ശുദ്ധി അശുദ്ധി ഇല്ലെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശിവൻ എനർജിയാണ്, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധം തന്നെയാണ്. അതുകൊണ്ടാണ് ശിവന് അശുദ്ധി ശുദ്ധിയില്ലെന്ന് പറയുന്നത്. എനർജിക്ക് ശുദ്ധി അശുദ്ധിയില്ല. പിന്നെ ശിവ എന്ന് വിളിക്കുമ്പോൾ, ഷീ എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭ്രൂമധ്യത്തിൽ നിന്നും
ഒരു ഊർജ്ജപ്രവാഹം മുകളിലേക്ക് ഉയരുന്നു. ശി എന്ന് പറയുമ്പോൾ, വാ എന്ന് പറയുമ്പോൾ അത് വ്യാപിക്കുന്നു. അത് ഏകദേശം ഒരു ശിവലിംഗ ആകൃതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജപ്രവാഹം തന്നെയാണ് ശിവൻ. നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധം തന്നെയാണ് ശിവൻ. ശിവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധം തന്നെയാണ്. ഭഗവാനെ അറിയാൻ ചിലപ്പോൾ ഒരു നിമിഷം മതി, ചിലപ്പോൾ 1000 ജന്മങ്ങളെടുത്താലും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു നിമിഷത്തെ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു എത്ര പുസ്തകങ്ങൾ വായിച്ചാലോ പ്രഭാഷണം ചെയ്താലോ ഒന്നും ഭഗവാനെ അറിയാൻ പറ്റത്തില്ല. ശ്ലോകങ്ങൾ ജപിച്ചാലോ ഒന്നും, എത്ര വിദ്യകൾ നേടിയാലും അറിയാനൊക്കത്തില്ല. നിങ്ങളുടെ ഹൃദയശുദ്ധി, കർമ്മശുദ്ധി, മനഃശുദ്ധി, അതോടുകൂടി നിങ്ങൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ തീരുമാനിക്കണം. ആ നിമിഷം നിങ്ങൾ ഭഗവാനെ അറിയും. അത് ഭഗവാന്റെ ഇരിക്കുന്ന കാര്യമാണ്. വിളിക്കുക എന്നുള്ള നമ്മുടെ ഇരിക്കുന്ന കാര്യം. പക്ഷേ ഭഗവാന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഭഗവാൻ കൂടി വിചാരിക്കണം. അനുഭവം ഉണ്ടായാൽ അതിനപ്പുറത്ത് യാതൊന്നുമില്ല. ശിവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഇതിൻ്റെയൊന്നും പുറകെ നടന്ന് കാലം കളയരുത്. അറിയേണ്ട കാര്യങ്ങൾ ഇപ്പം എൻ്റെ നല്ല ആരുടെ ആണെങ്കിലും സത്യസന്ധമായി നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും ശരിയെന്ന് തോന്നുന്ന നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുക. അല്ലാതെ തന്നെ കളയുക. നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി വരും. ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവം. ആ ശിവാനുഭവത്തെ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും, നിങ്ങൾക്കെല്ലാം നൽകും. ആ ശിവനെയാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങളുടെ ഉള്ളിലാണ് അതിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലാണ്. അതായത് നിങ്ങളുടെ മൂക്കിൽ നിന്ന് ഏകദേശം 12 അംഗിന് ഉള്ളിൽ ആ ശിവബോധം ഇരിക്കുന്നു. ആ ഭഗവാനെ അറിയുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കുക. സദാശിവൻ കുടികൊള്ളുന്നത് ഹൃദയത്തിൽ തന്നെയാണ്. സദാശിവൻ കുടികൊള്ളുന്നത്. പിന്നെ നമ്മൾ ധ്യാനത്തിൻ്റെ ഹൃദയത്തിൽ ധ്യാനിച്ച് ആ ഊർജ്ജഗതിയിൽ ഭ്രൂമധ്യത്തിലെത്തി അതൊരു അനുഭവമാകും. ഭ്രൂമധ്യത്തിൽ ഉണ്ടാകുന്നത് അനുഭവമാണ്. നമ്മൾ ഹൃദയത്തിൽ നമ്മളായിട്ട് ധ്യാനിക്കുക. അത് ധ്യാനിച്ച് വർഷങ്ങൾ കൊണ്ട് ആ ഊർജ്ജഗതിയിൽ ഭ്രൂമധ്യത്തിലെത്തുമ്പോൾ അത് അനുഭവം. മനസ്സിലാവുന്നുണ്ടോ? അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരേണ്ടതാണ്. ഹൃദയത്തിൽ ധ്യാനിക്കേണ്ടത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഊർജം മുകളിലേക്ക് തനിയെ ഉയർന്നു വന്ന് ഭ്രൂമധ്യത്തിലെത്തി ആ ഭഗവാനെ നമ്മൾ അനുഭവിക്കും. അത് ഉണ്ടായി വരേണ്ട അനുഭവം. അത് തനിയെ ഉണ്ടായി വരേണ്ടതാണ്. നമ്മൾ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ വന്നു ചേർന്നോളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ മനഃശുദ്ധി വേണം, കർമ്മശുദ്ധി വേണം. അത്രയേ ഉള്ളൂ. പിന്നെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കാം. അതൊക്കെ നല്ലത് തന്നെ, അതും വേണം. അതോടൊപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ നിങ്ങൾ ഭഗവാനെ അനുഭവിക്കണം. ശുദ്ധമായ മനസ്സോടുകൂടി, ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി അനുഭവിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായി വരും, അനുഭവം ഉണ്ടായി വരും. അതിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരുന്ന ജ്ഞാനത്തെ നിങ്ങൾ വിശ്വസിക്കുക. അവർ വരും പറയുന്നതോ ഇവരുടെ അനുഭവം, അത് അവരുടെ അനുഭവം. നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ. ഇത് ഞാൻ പറഞ്ഞ സത്യസന്ധമായ സനാതനം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്ന ഈശ്വരീയമായ ശിവവിദ്യകളാണ്. ഭഗവാനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഓരോ വരിയിലും ഭഗവാനുണ്ട്. ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഞാൻ പറഞ്ഞ കാര്യം ഏറ്റവും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ഭഗവാനിൽ സമർപ്പിച്ച് തന്നെയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും ഭഗവാനെ അനുഭവിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.